ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ hdpe പൈപ്പിൽ ഈ ബ്ലാക്ക് പൈപ്പ് ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ജോയിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയുന്നത്. കണക്ടറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകണം ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓൾ ആക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഈ പൈപ്പിന്റെ അത് കയറി, അങ്ങനെയാണ് ഈ പൈപ്പ് പൊട്ടിപ്പോയത്. അപ്പൊ ഈ പൊട്ടിപ്പോയ ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഭാഗം നമ്മൾ എങ്ങനെയാണ് ജോയിന്റ് ആക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കറുത്ത പൈപ്പില്ലേ, പൊട്ടിയ കറുത്ത പൈപ്പ് നമുക്ക് ജോയിന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാണ്ട്, ആ കണക്ടറൊന്നും ഇല്ലാണ്ട് നല്ല സുന്ദരമായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് ആ പൊട്ടിയ ഭാഗത്ത് ഒന്ന് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കത്തിയും കൊണ്ട് വേണമെങ്കിൽ മുറിച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് ലെവലിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കണക്ടർ ഇട്ടിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് വേറൊരു മെത്തേഡാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷനിൽ ചെയ്യാം. നമുക്ക് എന്ത് സാധനത്തിനും ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കണക്ടർ കിട്ടാത്ത സമയത്ത് ഇതിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഐഡിയയിൽ അന്നേരം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതാ ഞാനിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവിൽ നമ്മൾ ചെറിയൊരു കഷ്ണം ടിന്നിൻ്റെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നമ്മളിത് ചെയ്ത്, നമുക്ക് ടിന്നല്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ ദോശക്കല്ലായാലും മതി, എന്തായാലും നമുക്കിത് നല്ല കണ്ടീഷനായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൻ്റെ പുറത്തേക്ക് പിന്നെ നമ്മളെ കൃഷിയിടത്തിലേക്കൊക്കെ വരുന്ന പൈപ്പാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ വേണമെങ്കിൽ ചെറിയൊരു തീ കൂട്ടിയിട്ട് അവിടെ തന്നെ ഒരു കഷ്ണം ടിന്നിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ പിന്നെ നമ്മൾ പ്ലെയറൊക്കെ എടുത്തിട്ട് ഈ ടിന്നിൻ്റെ കഷ്ണം പിടിച്ചതിന് ശേഷം നമുക്ക് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചൂടാക്കി കൊണ്ടുവന്ന ആ ഒരു ടിന്നിൻ്റെ കഷ്ണമില്ല, അത് നമ്മൾ 2 കഷ്ണം പൈപ്പ് മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പൈപ്പ് നമ്മൾ ചവിട്ടി പിടിക്കുന്നു. അതിനുശേഷം ആ പ്ലെയർ എടുത്തിട്ട് ആ ടിന്നിൻ്റെ കഷ്ണം അങ്ങനെ പിടിച്ചിട്ട് 2 സൈഡിലും ആ ടിന്നിനോട് പൈപ്പ് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഈ ടിന്ന് നല്ലവണ്ണം ചൂടായിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ഒറ്റ തവണ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റിൻ്റെ താമസം കൊണ്ട് തന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നല്ല ചൂടായി കഴിഞ്ഞ് ഒന്ന് സൈഡ് ഉരുക്കി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പൈപ്പ് രണ്ടും കൂടി നേരെ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പിന്നെ ഉരുകിയ ഭാഗമൊക്കെ ഒന്ന് കൈകൊണ്ട് അല്ലെങ്കിൽ തുണി ഉണ്ടെങ്കിൽ തുണിയും കൊണ്ട്, ഇനി 2 ആളുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. നമുക്ക് ഒരാൾ ഇത് പ്ലെയർ കൊണ്ട് ഇത് പിടിക്കുക, ഒരാൾ ഇങ്ങനെ ഇതാക്കിയിട്ട് കറക്റ്റ് ലെവലിൽ നമ്മൾ ഒട്ടിക്കണം. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവില്ല. 2 പൈപ്പ് ഒരേ ഇതിൽ ലെവലിലായി കഴിഞ്ഞിട്ട് നല്ലോണം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാരണവശാലും വിട്ടുപോകില്ല, നല്ല സേഫായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് വേണമെങ്കിൽ നമ്മൾ സാധാരണ ഈ ജോയിൻ്ററൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കണക്ടർ ഇട്ടിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് പിന്നെ ആ പഴയ പോലെ വളഞ്ഞ് കിട്ടില്ല, പിന്നെ അവിടെ ഒരു ബെൻഡ് പോലെ വരും. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പൈപ്പ് വേണമെങ്കിൽ വളഞ്ഞ് കിട്ടും. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല സേഫായിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഇത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് നേരം പിടിച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു തുണി എടുത്തിട്ട് വേണമെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം, പെട്ടെന്ന് തണിച്ചെടുക്കാം. അതിന് ശേഷം ഇത് കണ്ട നമ്മൾ അത്യാവശ്യം ബലം പിടിച്ച് കഴിഞ്ഞാൽ പോലും പൊട്ടുന്നില്ല, അത്രയും നല്ല ഇതിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെള്ളം അടിച്ച് നോക്കാം. ഇത് കണ്ട നല്ല ഒട്ടാണ് ഒട്ടിയിരിക്കുന്നത്, നല്ലത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ട അപ്പോൾ ഇത് കണ്ട ഞാനിപ്പം വെള്ളം അടിച്ച് നോക്കുകയാണ്, ഒരു കുഴപ്പമില്ല, നല്ല ഇത് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 60-70 മീറ്റർ ഹൈറ്റിലേക്ക് പോകേണ്ട ഒരു പൈപ്പാണ്, അതാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊരു കഷ്ണം ഞാൻ വേറൊരു കഷ്ണത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അതിന് ബലം ഉണ്ട് എന്നുള്ളത് പിടിച്ച് മനസ്സിലാക്കി കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം, ഒന്ന് ബലം പിടിച്ച് നോക്കാം, ഇത് പൊട്ടിച്ച് എടുക്കാൻ പറ്റുമോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തന്നെ സംഭവമാണ് ഇതുള്ളത്. ഇത് കണ്ടോ നല്ല സ്ട്രോങ്ങിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇത് നോക്കിയോ, ഇത് ഞാൻ ഒടിച്ചെടുക്കാൻ പോവാണ്. ഫുള്ള് പവർ കൊടുത്തിട്ട് ഒടിക്കാൻ പോവാണ്. നമുക്ക് ആ ഒരു ഭാഗം പൊട്ടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമം. കണ്ട അപ്പോൾ അവിടെയാണ് പൊട്ടിയത്. നമുക്ക് അത് തന്നെ പൊട്ടിച്ചെടുക്കണം, നമ്മളൊരു വാശിയാണത്. അത് നമ്മൾ ഒട്ടിച്ചത് നമ്മൾ തന്നെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. എന്താ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇതിൻ്റെ എത്രത്തോളം സ്ട്രോങ് ഉണ്ട് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് പൊട്ടിച്ചെടുക്കും എന്തായാലും. നമ്മളെങ്ങനെ ഒട്ടിച്ചാലും നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അതിൻ്റെ സ്ട്രോങ് അത്രത്തോളം ഉണ്ട്. കണ്ടോ നല്ല കണ്ടീഷനായിട്ട് നമ്മൾ
പശയിട്ട് ഇതിലൊന്നും പിടിപ്പിച്ചല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്